എല്ലാ വർഷവും പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഒരു സെപ്റ്റംബർ ആ മാസങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ പോകും. അവിടെ അടിച്ചു പൊളിക്കും. എന്നിട്ട് അവിടുന്ന് ഞാൻ കാലിഫോർണിയ പോകും. പിന്നെ അവിടുന്ന് ഹ്യൂസ്റ്റണിൽ വരും. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഒരു 3 വർഷത്തിന് മുമ്പ് പോയപ്പോൾ ഞാൻ നമ്മുടെ ബാബു ആൻ്റണിയെ കണ്ടു. പുള്ളി ഇപ്പം അവിടെ ഇതൊക്കെ ഈ കരാട്ടെ സ്കൂള് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ എന്തോ ഈ വേറൊരു ആളുണ്ടല്ലോ, കിടിലൻ ഫിറോസും. കിടിലൻ ഫിറോസ്, അങ്ങനെ ഒരു ഫിറോസ് ഉണ്ട്. അങ്ങനെ ഉണ്ട്. നമ്മളെ ബിഗ് ബോസിലുണ്ടായിരുന്ന RG ആണ് അദ്ദേഹം. ഉണ്ടായിരുന്നല്ലേ? പുള്ളി എങ്ങനെ? പുള്ളി പിന്നെ ബിഗ് ബോസിൽ കണ്ടവർക്ക് അറിയാലോ എങ്ങനെയാണെന്നുള്ളത്. അല്ല, ഞാൻ ചോദിച്ച പുള്ളിക്ക് ഇരട്ട പേരൊന്നും ഇല്ലേ? കിടിലം എന്ന് തന്നെയാണ്. കിടിലം. ഇരട്ടപ്പേരിട്ട് സാറിന് ഞാൻ അങ്ങനെ ആരെയും വിളിക്കാറില്ല. പക്ഷെ എനിക്കൊരു ഇരട്ടപ്പേര് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ വിളിക്കും. അത് കൂടുതൽ ആപ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ കിടിലത്തിനെ ഞാൻ അങ്ങനെ ഒരു ഇരട്ടപ്പേര് ഇട്ട് വിളിച്ചിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഫിറോസിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ഫിറോസ് ഉണ്ടല്ലോ, പുള്ളി ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഏത് ഫിറോസ്? മറ്റേ ഡേഞ്ചർ ബോയ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫിറോസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഈ ആൾക്കാരെ കളിയാക്കുന്നത് കണ്ടാണ്. അതിൽ ഒത്തിരി അടിയും കിട്ടിയിട്ടുണ്ട് അല്ലേ? മൂക്കിന് വരെ ഇടി കിട്ടിയിട്ടുണ്ട്, മൂക്കിന് വരെ കണ്ടമാനം അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആള് ഒട്ടും വിവരം ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല. അതെ. അല്ല, അങ്ങനെയാണ് എനിക്ക് ഇടി കിട്ടിയിട്ടുള്ളൂ. മൂക്കിന് ഇടി കിട്ടിയ ബ്ലഡൊക്കെ വന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള, അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെന്ന്. ഇപ്പം എവിടെയാണ് പുള്ളി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സത്യം പറയാമല്ലേ ബാബു ഞാൻ ബാബു എൻ്റെ ബാബു എന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബാബു എനിക്ക് അറിഞ്ഞൂടെന്നു. അല്ല, പുള്ളി എവിടെയാണ്? അല്ല, അങ്ങനെയാ ചോദിക്കൂ പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചോടാ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പം എന്താ കാര്യം? അല്ല, അതിലൊരു സ്റ്റോറി ഉണ്ട്. ഡേഞ്ചറസ് ബോയ്സ് ഞാൻ പറഞ്ഞില്ല, 15 വർഷം മുന്നേ തുടങ്ങിയ ഇതാണ്. അപ്പോൾ അതിൽ ഏഷ്യാനെറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഈ സംഭവം. ക്യാമറ ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. പുള്ളി അന്ന് വേറൊരു ഷോയ്ക്ക് ഗസ്റ്റായിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഈ ഡേഞ്ചറസ് ബോയ്സിൻ്റെ ഭയങ്കര തീവ്രമായ അതിങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പം ക്യാമറയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇദ്ദേഹം അന്ന് ഭയങ്കര സ്റ്റാർ അല്ലേ, ഇദ്ദേഹത്തിനെ തന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു. ഇപ്പം അല്ലെന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോഴും ആണ്. ഇത് കറങ്ങി തിരിഞ്ഞ് എന്നെ എങ്ങനെ ഇട്ട് പൂട്ടാ, പാട്ട് പൂട്ടുന്ന പരിപാടി അല്ലേ ഇത്? അതോ എന്നെ പൂട്ടാനാണോ ഈ പരിപാടി? അപ്പോൾ ക്യാമറ ഹൈഡ് ചെയ്ത് വെക്കുന്നു. ഞാനത് മേക്കപ്പ് റൂമിലാണ് കഥ. അപ്പം ഞാൻ പെട്ടെന്ന് കുറേ ചോദ്യങ്ങളൊക്കെ, അപ്പം ബാബു ചേട്ടനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. ഞാൻ ഈ മുടിയൊക്കെ എന്തിനാണ് ഇങ്ങനെ വളർത്തിയിട്ടിരിക്കണത്? അപ്പം പുള്ളി ഇങ്ങനെ സ്റ്റൈല് പോരാ കേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ്. അപ്പോൾ ഈ ഇറിറ്റേഷൻ തന്നെ എന്നെ വെറുത്തിരിക്കുകയാണ് പുള്ളി. പക്ഷേ ഇത് ഷോയുടെ ഭാഗമാണ്. എനിക്കല്ലാതെ ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര ആരാധനയോടെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഫിക്സ് വരികയാണ്. ഫിക്സ് വന്നിട്ട് എന്നാക്ക് തന്നെ ഞാൻ സോയൊക്കെ അന്ന് ഭയങ്കര സ്പിരിറ്റാണ്. ഞാൻ അതിനെ സ്വന്തമായിട്ട് കടിച്ച് മുറിച്ച് ബ്ലഡൊക്കെ വന്ന് ഇങ്ങനെ. അപ്പം ഒറിജിനൽ ഫിക്സ് വരുന്നത് കാരണം ഒരു ചെറുതായിട്ട് പാളിയാൽ പുള്ളി അത്രയും ഇതാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള കക്ഷിയാണ്, പാളരുതല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് പുള്ളി പൊക്കിയെടുത്തിട്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് പുറത്തോട്ട്. അപ്പോൾ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, എല്ലാവർക്കും അറിയാം ഇത് സംഭവമാണെന്ന്. പുള്ളി എടുത്ത് വണ്ടിയിലോട്ട് ഇടാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, സോറി ചേട്ടാ, ഇത് പിന്നെ ഇങ്ങനെ ഡേഞ്ചറസ് ബോയ്സ് എന്ന് പറഞ്ഞൊരു ഷോ ആണ് എന്ന് പറഞ്ഞു. പുള്ളി പോയെങ്കിൽ ചെയറിലങ്ങ് ഇരുന്നിട്ടും എൻ്റെ നേരെ ഒരു 5-8 ഇംഗ്ലീഷിൽ തെറിയാണ്ട് അത് എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. സാധാരണ പച്ചയ്ക്ക് തെറി വിളിച്ചാലാണല്ലോ നമ്മൾ മലയാളികൾക്കൊരു ഇത്. ഞാൻ തന്നെ കൂളായിട്ട് ഒരു ഇമ്പാക്റ്റ് ഇംഗ്ലീഷിലാണ്ട് കുഴപ്പമില്ല, ബുൾഷിറ്റ് മസ്റ്റ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പം ഞാനിതൊക്കെ കേട്ടോ, എന്നാലും നമ്മളതിലാണ് തെറ്റ്, ഒബ്വിയസ്ലി തെറ്റ് നമ്മളതിലാണ്. അപ്പം ഞാൻ കുറേ സോറി പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് ആ സോറി കൊണ്ടൊന്നും മതിയായില്ല. അല്ല, പുള്ളിക്ക് ഇത് ടെലികാസ്റ്റ്, ഞാൻ പറഞ്ഞു ടെലികാസ്റ്റും ചെയ്യില്ല. അങ്ങനെ ഫുള്ള് അവിടെ ഒരു വലിയ വിഷയമായി മാറിയിട്ട് ഉടനെ പിന്നെ നമ്മുടെ അന്ന് റെജി മേനോനായിരുന്നു ചാനൽ പുള്ളിയുടെ ആയിരുന്നു. പുള്ളിയും ബാബു ചേട്ടനുമായിട്ട് അടുത്തടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ പുള്ളിയെ വിളിക്കാൻ പോയി. അപ്പം ഞങ്ങൾ പറഞ്ഞു, അന്ന് ശ്രീകണ്ഠ സാറൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞ് വിളിക്കണ്ട, അതെന്തായാലും ഡിലീറ്റ് ചെയ്ത് കളയാം. വലിയ വിഷയമായി. ലാസ്റ്റ് പുള്ളിക്ക് എന്നെ ഇടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പുള്ളിയെ മാക്സിമം സോറി പറഞ്ഞു. ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഞാൻ ഇത്രയും സോറി പറഞ്ഞു, അത് ടെലികാസ്റ്റ് ചെയ്തില്ല, അത് ഷോയുടെ ഭാഗമാണ്. ചേട്ടനെ പോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസിനെ ഞാൻ ഇതേപോലെ ഇതിൽ പറ്റിച്ചിട്ടുണ്ട്. ഐ എം സോറി, ഇത് ഇടുന്നില്ല, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ എടുക്കണം ഒരു ആർട്ടിസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാക്സിമം, കാരണം നമ്മുടെ തെറ്റായതുകൊണ്ട് നമ്മൾ എത്ര കാലം പിടിക്കാനും തരാം. പക്ഷേ പുള്ളി അതിന് ഇടിച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, എന്നെ ഇടിച്ചാൽ ഞാൻ തിരിച്ചിടിക്കും, അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു.
ഇത് പഠിച്ചിട്ടുണ്ടോ ബ്ലാക്ക് ബെൽറ്റ്? ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് നാടനടി ഒരു പുലി ഓടി വന്ന ആദ്യം നമ്മൾ പഠിക്കുമോ? പുലി ഓടി വന്ന ഞാൻ ആലോചിക്കുന്ന പുലി വന്നാൽ ഓടത്തില്ല. ഞാൻ കല്ലെടുത്ത് അതിനെ എങ്ങനെ ആക്രമിക്കാൻ ഇത് അടിക്കാതെ കടിച്ചെങ്കിലും അടിച്ച് നമ്മൾ തിന്നോട്ടെ, നമുക്ക് ഓടിയിട്ടൊരു കാര്യമില്ല. ശരി ശരി. മറ്റേ കണ്ണടിച്ച് പൊട്ടി പൊട്ടി. എൻ്റെ ഒരു മൈൻഡ് അതാണ്. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത്, എന്നെ ഇടിച്ചാൽ ഞാൻ തിരിച്ചിടിക്കും, ചിലപ്പോൾ രണ്ടിടി ഒറ്റ ഇടിക്ക് ഞാൻ വീഴുമായിരിക്കും, എന്നാൽ അവിടെ ഇഴഞ്ഞെങ്കിലും വന്ന് ഇടിക്കുമെന്ന്. ഇത് പുള്ളിക്ക് ഒന്നുകൂടെ പ്രൊവോക്കായി. അങ്ങനെ ആകെ വിഷയമായിട്ട് എല്ലാവരും പിന്നെ പിടിച്ചു മാറ്റി. അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായി. അതിനുശേഷം എന്തായാലും എൻ്റെ ഭാഗ്യത്തിന് ബാബുച്ചേട്ടനെ കണ്ടിട്ടില്ല. അതാണ് അത് മനസ്സിൽ കിടപ്പുണ്ടല്ലേ ഈ പണ്ട് ചില അത് ശ്രീമാരേട്ടൻ പറഞ്ഞു ഒന്ന് സോൾവ് ചെയ്യണം, സുഹൃത്തല്ലേ. അല്ല ഞാൻ ഇനി പോകുമ്പം ഒന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കലയുടെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യമില്ല. അതിന് പുള്ളി ഇത്രയും സീരിയസ് ആവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും പുള്ളിയുടെ മനസ്സിലുണ്ട് എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു കീറ് തരണം. ഉറപ്പായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആരല്ല പോട്ടെ, നമുക്ക് നമ്മളെല്ലാം മനുഷ്യരല്ലേ, ശരിയാക്കാം. ഓക്കെ.